സാഹചര്യങ്ങൾ സൃഷ്ടിക്കും നമ്മളുടെ ഉള്ളിലേക്ക് നോക്കാറുണ്ട്. ഇത് ഇഷ്ടമുള്ള വസ്തു അടുത്ത് വെച്ച് അതിജീവിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു അസുഖമുണ്ട്, ഇന്ന വസ്തു കഴിക്കരുത്, ഇപ്പോൾ ഷുഗറുണ്ട്, പഞ്ചസാര കഴിക്കരുത്. പക്ഷേ അതൊക്കെ വീടിനകത്ത് വെച്ചുകൊണ്ടിരുന്നാൽ അതിജീവിക്കാൻ പറ്റത്തില്ല. കുതിര പോകുമ്പോൾ അപ്പുറപ്പുറത്ത് പുല്ല് കണ്ടാൽ കടിച്ച് തിന്നും. കുതിരയ്ക്ക് പട്ട വെച്ചാൽ നേരെ തന്നെ അങ്ങ് പോകത്തുള്ളൂ, പുല്ല് കാണുകയില്ല. ആന നടന്നു പോകുമ്പോൾ തുമ്പിക്കൈ അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്തി അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്തി അങ്ങോട്ട് പോകും. ആ തുമ്പിക്കൈയുടെ കയ്യിലൊരു വടി കൊടുത്താലോ ആനയുടെ പിന്നെ കുത്തത്തില്ല. അപ്പം അതുപോലെയാണ് ആ മനസ്സിനെ മാറ്റിയെടുക്കുന്നത്. ആ സാഹചര്യങ്ങളിൽ നിന്ന് അവന് മുന്നോട്ട് പോകാനുള്ള പാത ഒരുക്കുകയാണ്. മായാനിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുവനെ ഉണർത്താൻ ഉണർന്നിരിക്കുന്ന മറ്റൊരാളുടെ ആവശ്യമുണ്ട്. എപ്പോഴും സത്യത്തിലേക്ക് ഉണർന്നിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ ആവശ്യം അതാണ്. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ചിലർ മുറി കൊടുത്താലും പറയും, അമ്മ ഞങ്ങൾക്ക് മുറി വേണ്ട. എന്താ, എൻ്റെ കൂടെ കിടക്കുന്ന ആൾ ഉറങ്ങുന്ന ആളാണെങ്കിൽ എനിക്ക് ഉണരാൻ പറ്റത്തില്ല, ഞാനും മടിച്ച് കിടക്കും. അതേ കണക്കിന് ഒന്നിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഉണർന്നവരുണ്ട്, അപ്പോൾ എനിക്ക് ഉണരാൻ സാധിക്കും. ഉറങ്ങണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, മടിയായിരിക്കും. എൻ്റെ മടി മാറ്റാൻ ആരെങ്കിലും ഉണർന്നാൽ എനിക്കും ഉണരാൻ സാധിക്കും എന്ന് കുഞ്ഞുങ്ങൾ തന്നെ പറയും. ഗുരു സ്വയം അനുഭവ സമ്പന്നനായിരിക്കണം, എങ്കിലേ ശിഷ്യനെ സത്യാനുഭവത്തിലേക്ക് ഉയർത്താൻ കഴിയും. മറ്റുള്ളതൊക്കെ അല്ലാതെ പഠിക്കാം, പുസ്തകത്തിൽ വീട്ടിൽ നിന്ന്. പ്രാക്ടിക്കൽ വേണമെങ്കിൽ ലാബിൽ തന്നെ വേണം. വീണ്ടും ഒരു പാമ്പ് കടിച്ചു, ഏതുതരം പാമ്പാണെന്ന് പുസ്തകം എടുത്ത് പഠിച്ചു കഴിയുമ്പോൾ ആളെ എത്തുപോകും. അപ്പം നമ്മൾ ചിലതെടുത്ത് ഹൃദയം കൊണ്ട് മാത്രം നീങ്ങേണ്ട ബുദ്ധി വേണം. പക്ഷെ ബുദ്ധിയുടെ ഭാഗത്ത് ബുദ്ധി വയ്ക്കുക, ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഹൃദയം വയ്ക്കുക. 3 പേരെ കൊല്ലാനായിട്ട് വിധിച്ച് ഇത്ര മണിക്കുള്ളിൽ 3 പേരെയും കൊല്ലണം. അപ്പം മലർത്തി കിടത്തിയിരിക്കുകയാണ്. മേളിൽ നിന്നൊരു തടി വന്ന് തലയിൽ വീഴും. തടി ഒരു പ്രാവശ്യമേ വലിക്കാവുള്ള. അതിൽ പരാജയപ്പെട്ടാൽ അയാളെ രക്ഷപ്പെടുന്ന, പിന്നെ കൊല്ലാൻ പറ്റത്തില്ല അയാളെ എന്നാണ് നിയമം. അപ്പം ആദ്യത്തെ അയാളുടെ സമയമായപ്പോൾ തടി വന്ന് വീണില്ല. അദ്ദേഹത്തിന് സമയം കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വീഴാത്തതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ട് പുള്ളി സന്തോഷമായിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയി. രണ്ടാമത്തെ ആൾ വന്നു, അയാളെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ പല ഇങ്ങോട്ട് വിളിക്കാൻ നോക്കിയിട്ട് വന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ആളിനും മരിക്കേണ്ടി വന്നില്ല. അപ്പോൾ അവരുടെയും സമയം കഴിഞ്ഞ് അയാളും രക്ഷപ്പെട്ടു. മൂന്നാമത്തെ ആളുടെ ഒരു എഞ്ചിനീയറായിരുന്നു. ഇത് അവിടെ കിടന്നുകൊണ്ട് നോക്കിയത് ബുദ്ധി വെച്ചാണ്, എന്തുകൊണ്ട് വീണില്ല, ആദ്യത്തെ ആളെ വീണില്ല, അതെന്തുകൊണ്ട് വീണില്ല പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് പല വീഴുന്നില്ല എന്ന് വെച്ചാൽ കൊളുത്തിയിരിക്കുകയാണ്. ആ കൊളുത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഈ പലക വീഴാത്തത്. കൊല്ലാൻ നിന്നയാൾ ആ കൊളുത്തങ്ങോട്ട് മാറ്റി 3ാമത്തെ ആളുടെ തലയിൽ വീഴുകയും ചെയ്തു, മരിക്കുകയും ചെയ്യും. ബുദ്ധി എപ്പോഴും കത്തിരിയ പോലാണ് നമ്മൾ പറയാറുണ്ടല്ലോ. ഹൃദയം സൂചി പോലെ, ഏത് കീറത്തുണിയും തയ്ച്ചു പോകുന്നത് പോലെ. രണ്ടും വേണം. കത്തിരി കൊണ്ട് വെട്ടി സൂചി കൊണ്ട് തയ്ക്കുക. പക്ഷെ ബുദ്ധിയുടെ ഭാഗത്ത് ബുദ്ധി വയ്ക്കുക, ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഹൃദയം വയ്ക്കുക. അങ്ങനെ വേണ്ട. പക്ഷെ വിവേകബുദ്ധി വന്നാൽ രണ്ടും ഒരുപോലെ നിൽക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി നീങ്ങും.